അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്നും വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഇന്നലെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലുണ്ടാവും ഓരോ രണ്ടാളെയും കിട്ടിയോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനൊരു വീഡിയോ എടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങേറും സങ്കടം തന്നെയാണ്. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഒരു കുട്ടീൻ്റെ മയ്യത്ത് കിട്ടി, അത് വന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പം നമ്മളതല്ല എന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ കിട്ടിയാലും മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റണില്ല എന്നാണ് പറയണത്. പിന്നെ നമ്മൾ പാൽസാരം, കമ്മൽ, വള അതൊക്കെ ഉണ്ടെങ്കിൽ അയിമലാണോ ഓരോ കുട്ടികളെ ആയാലും ഓളെ ആയാലും ഒക്കെ തിരിച്ചറിയണത്. അപ്പോൾ ഒരു കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോൾ അത് പോയി നോക്കുമ്പോൾ അതല്ല. എവിടെയെങ്കിലും ഒന്നുണ്ട് വെച്ചെങ്കിൽ പഠിച്ച തമ്പുരാൻ അതൊന്ന് കണ്ണിൽ കാട്ടിത്തരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ദുആ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മയ്യത്തൊന്ന് കിട്ടാനും, ഓളതും കുട്ടീൻ്റെ ഒന്നല്ല, ഒരുപാട് ആൾക്കാരെ മയ്യത്ത് ഇനിയും കിട്ടാണ്ടും പോലും അതൊക്കെ കിട്ടാനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അപ്പം എത്ര സങ്കടം അടക്കി പിടിച്ചിട്ടും ഞാൻ കരയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടേക്കാരം നമ്മൾ ഈ വോയിസിൽ വരും. പക്ഷേങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരികയാണ്. ആർക്കായാലും കരച്ചിൽ വരുമല്ലേ. ഇതിപ്പോൾ നമ്മളെ ഈ വാർത്തയിലാണെങ്കിലും കേട്ടവരും മുഴുവനും ഒരാളെ കണ്ണിന്നും കണ്ണീര് വരാത്തല്ല, എല്ലാവരെയും കണ്ണിന്ന് കണ്ണീര് വന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ വേദന എന്താണെന്നുള്ളത്. അപ്പം എന്താ ഞാൻ പറയുക, എല്ലാവരും ദുആ ചെയ്യുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാവുമല്ലോ ഒരാളെ മയ്യത്തും ആ മണ്ണിൻ്റെ അടിയിൽ പെടാതെ. എല്ലാവരും മയ്യത്തും കിട്ടട്ടെ, കിട്ടി കബറടക്കാനുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ മരണം ഉണ്ടാവും. പക്ഷേങ്കിൽ ഈ വഴിക്കത്തൊരു മരണമൊന്നും പഠിച്ച റബ്ബ് ആർക്കും കൊടുക്കാതെക്കട്ടെ. അത് നമുക്ക് 5 വക്തും പഠിച്ച തമ്പുരാനോട് നമുക്ക് ദ്വാരക്കാനേ പറ്റുള്ളൂ. പിന്നെ പഠിച്ചോനല്ലേ വലിയത്. അപ്പോൾ ഓൻ തന്നെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ആ ഒരു വിശ്വാസത്തിലാണ് നമുക്ക്. എവിടെ ഉണ്ടെങ്കിലും നമ്മളെ മുന്നിൽ എത്തിച്ച് തന്നാൽ മതി ഇനി റബ്ബ്. ആ ഒരൊറ്റ പ്രാർത്ഥന ഉള്ളൂ ഇപ്പം നമുക്ക്. അപ്പം എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ. അപ്പം ഇനി നാളെ ഇടുന്ന വീഡിയോയിലെങ്കിലും എല്ലാവരും ദുആ ചെയ്യണം. കിട്ടിയെന്നുള്ളൊരു വാർത്ത കേൾക്കണേ എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ്. നമ്മളെ കുടുംബക്കാരതാണ് അല്ലെങ്കിലാണെങ്കിലും ഒരു മയ്യത്ത് അനാഥമായിട്ട് മണ്ണിലിങ്ങനെ കിടക്കുന്നത് ആർക്കാലും സഹിച്ചാൻ പറ്റൂലല്ലോ. അപ്പം കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അപ്പം ഇനി ചായയും കടിയും ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് അട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കുടിയേക്ക് പോന്നിക്കണ്. ഇന്നലെ പോന്നതാണ് കേട്ടോ, മദ്രസ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പോന്നതാണ്. കുടിയിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും മനസ്സിന്. ഇവിടെ വന്ന് ഒറ്റക്കാവുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. ഒറ്റക്ക് എവിടേക്കും പോകാനോ ഇതിനോ ഒന്നും തോന്നില്ല. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടത്തിലാവുമ്പോൾ അങ്ങനെ ഓരോന്നും വർത്താനം പറയാല്ല ഇപ്പം തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും പാടെ കൂടി നിൽക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറ്. കരഞ്ഞിപ്പോൾ കണ്ണീരൊന്നും ഇല്ലാതെ ആയിക്കണ്. കണ്ണൊക്കെ വേദനയാവുക, കരഞ്ഞിട്ടാവും. പഠിച്ച തമ്പുരാൻ ക്ഷമ തരട്ടെ. നമുക്ക് ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ ഓളെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഓളെ കുടുംബക്കാരൊക്കെ അവസ്ഥ എന്താവൂലേ. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാരെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോക്കും വരവൊന്നും ഇല്ലാതെയായത്. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചണമെന്ന് ഞങ്ങളവിടെ പോകലും നിൽക്കലും ഒക്കെ ഉണ്ട്. ഒരുമിച്ച് കളിച്ചും ഓരോരോ. പിന്നെ എളാപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണമല്ലേ ഇനിയോ, എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിലിട്ടിക്കണേ. അതിൻ്റെ മുന്നെയാണ് ഒരു കുടിരിക്കലുണ്ടായി അമ്മോൻ്റെ കുട്ടീൻ്റെ. അന്ന് ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങളെല്ലാവരും പാടെ നിന്ന് ഫോട്ടോ എടുത്തിക്കണ്. ഓളെന്നെ പറഞ്ഞു ഞങ്ങളോട്, നമുക്ക് ഫോട്ടോ എടുക്കല്ലേ സേഫോ, നമുക്ക് ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഓളെ മാപ്പിള അങ്ങനെ മാറി നിന്നു. ഞാനും അനിയത്തിയും കുഞ്ഞാമിയും
പിന്നെ ഓളെ നാത്തൂനും അവളെ അഞ്ചത്തിയും ഓളും ഓളെ കുട്ടിയും ഞങ്ങളെ കുട്ടികളും ഒക്കെ പാടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഓനിങ്ങനെ ഞങ്ങളെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോൾ ഓന് ആ ഫോട്ടോ എടുത്തപ്പോൾ ഓനിങ്ങനെ മാറി നിന്നപ്പം ഞാൻ പറഞ്ഞു, എന്താ ഇപ്പം നിങ്ങൾ മാറി നിൽക്കണത്, ഈ ഫോട്ടോത്തേക്ക് നിന്നാണ് ഞാൻ. അപ്പോൾ ഓൻ പറഞ്ഞു, നിങ്ങൾ ഈ പെണ്ണുങ്ങൾ നിൽക്കണേക്ക് ഞാനിങ്ങനെ നിൽക്കല്ലേ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഞാനല്ല, നിങ്ങൾ എടുത്തോളി പറഞ്ഞു. അപ്പോൾ ഫോട്ടോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അനിയത്തി പറഞ്ഞു, എന്താ അപ്പോൾ നമുക്ക് ഫോട്ടോത്തിൽ നിന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കാലാക്കാം, നിങ്ങളൊന്ന് നിന്നാണ് ഞാൻ. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കൂടിയത് ഞങ്ങളെ എളാപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിനാണ്. ഞങ്ങളിങ്ങനെ പോരുമ്പം എല്ലാവരും കരഞ്ഞിട്ടേ ഇറങ്ങി പോരുള്ളൂ. കാരണം പിന്നെ എന്നാ കാണുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്നാ കാണുകയെന്നും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ കരഞ്ഞിട്ടാണ് അവിടുന്ന് വയനാട്ടിൽ നിന്ന് പോരല്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കണ്ടത് എളാപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ്. അവിടെ നിന്നാണ് ഓൻ പെണ്ണിട്ടി വയനാട്ടിൽ നിന്ന്. എൻ്റെ വീഡിയോസൊക്കെ ഞാനിതിലിട്ടിക്കണേ. അപ്പോൾ അന്ന് പിന്നെ ഒരു പുതുക്കൊക്കെ വന്ന് അന്നും നല്ല ചെറിയും വർത്താനവും കളിയും ഒക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെന്നാ കാണുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കെട്ടിപ്പിടിച്ച് നൊരൊളിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. അതാണ് ലാസ്റ്റ് കാണൽ. പിന്നെ കണ്ടിട്ടില്ല. ഒക്കെ ഓരോ വിധിയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. പഠിച്ച തമ്പുരാന് ക്ഷമ തരട്ടെ എന്നേ പറയുന്നുള്ളൂ. എല്ലാം സഹിച്ചാനും ഇതിനൊക്കെ ഒരു കരുത്ത് പഠിച്ചോ തരുവയ്ക്കാരം, മറവിക്കിൽ തരുവയ്ക്കാരം. മറവൊന്നുമില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരും ജീവിച്ചിരിക്കൂലല്ലോ അല്ലേ. അങ്ങനെ ഒരു സമാധാനത്തിൽ നമുക്ക് വെക്കാം. അപ്പോൾ കുടിയിൽ നിന്ന് പോയി വന്നുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറേ കളർ ഇളകണതും അതേമാതിരി ചെറുക്കൻ്റെതൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ കുറേ മെഷീനിലിടാനും ഇതിലൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ കല്ലുമ്പോൾ തന്നെ തിരുമ്പിയതാണ്. അപ്പോൾ താത്താരൊക്കെ വിളിച്ചുമ്പോൾ പറയും, ഇവിടെ തിരുമ്പാൻ ഇറങ്ങരുത് ഇങ്ങനെ മഴ വെച്ചുമ്പോൾ. കാരണം ആ മതിൽ പൊളിഞ്ഞാടുന്നില്ല ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അതൊരു പ്രാവശ്യം പൊളിഞ്ഞ് ചാടിയതാണ് പോലും. അപ്പോൾ പിന്നെ അതങ്ങനെ പൊറുക്കി വെച്ചതല്ലേ. അപ്പോൾ ഇങ്ങനെ നിൽക്കാതെ മഴ വെച്ചുമ്പോൾ പൊളിഞ്ഞ് പോകും. അപ്പോൾ പിന്നെ താത്താരൊക്കെ വിളിച്ച് പറഞ്ഞിനി എന്താ അവിടെ തിരുമ്പരുത് കേട്ടോ എന്നൊക്കെ. അപ്പോൾ ഒന്നും വെയിൽ കണ്ടപ്പോൾ ഞാനങ്ങനെ മഴ അപ്പം ഇന്നലെ ഒന്നും പെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വെയിൽ കണ്ടപ്പോൾ അങ്ങനെ തിരുമ്പാൻ ഇറങ്ങിയതാണ്. അപ്പം 2-3 ദിവസമായി നമ്മൾ പോയിട്ട് കുടിയേക്ക് പോയിട്ട്. അപ്പോൾ പിന്നെ ചമ്മലൊക്കെ നിറഞ്ഞിട്ട് മുറ്റൊക്കെ ആകെ അങ്ങോട്ട് തൂർന്നിക്കണ്, ചമ്മലും ഇങ്ങോട്ട് നിറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ തിരുമ്പൽ വേഗം കഴിഞ്ഞാൽ വെയിലുണ്ടല്ലോ, അപ്പോൾ വേഗം ഉണങ്ങാലോ ഇട്ടാൽ അത് എഴുതിയിട്ട് വേഗം തിരുമ്പാൻ ഇറങ്ങിയതാണ്. അങ്ങനെ തിരുമ്പൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മിറ്റടിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ 2-3 ദിവസം ആയതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ചമ്മലുണ്ട് മുറ്റത്ത് കൂടെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചൊരിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇനി 2-3 ദിവസമൊക്കെ നമ്മളെ പെരയിൽ പോയി നിൽക്കുമ്പോൾ പിന്നെ ഒരു സേവനവാരമാണല്ലോ അല്ലേ. കാരണം അവിടെ മാറാലി ഇവിടെ മാറാലിയായിട്ടും ചമ്മലായിട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അടിച്ചലും ഇതൊക്കെ വേണം. അപ്പോൾ വാതിലടച്ചു വിട്ടി പോയാലല്ലേ കുഴപ്പം അതാണ്. അവിടെ ഇവിടെയൊക്കെ മാറാൻ. അപ്പോൾ എന്നും അടിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ അങ്ങനെ ചൂലായിട്ടൊക്കെ അങ്ങനെ തട്ടിക്കിടക്കും. അതുകൊണ്ട് നല്ല മാറാലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ലേ, എന്താണ് ഇപ്പം ഇഷ്ടം പോലെ ചമ്മലുണ്ട്. അങ്ങനെ അതൊക്കെ അടിച്ചു വരിയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് കോഴി കൊണ്ടുവച്ചിരിക്കണം കേട്ടോ. മക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്, മെച്ചിയെ നമുക്ക് കോഴി വാങ്ങല്ലേ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ കോഴിയും ഇറച്ചിയും ഒക്കെ വെച്ച് കണ്ടൊന്ന് തിന്നാനുള്ള ഒരു സാഹചര്യമൊന്നുമല്ല. പിന്നെ ഇപ്പോൾ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അയലോക്കത്തൊക്കെ മണവും ചൂരൊക്കെ ഇങ്ങനെ വരുമ്പോൾ മക്കൾ അവിടെ കോഴിയാണ് വെച്ച് നമുക്ക് വാങ്ങിയതിനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കോഴി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ, നാളേക്കും വെക്കാതെ വിചാരിച്ചിട്ട്. അപ്പോൾ ഒക്കെ അപ്പം തന്നെ എടുക്കണ്ടല്ലേ എത്തിക്കാണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ബാക്കിയോട് ഇനി ചാറും വെക്കാം, കുറച്ച് ചോറും വെക്കാമെന്ന് കരുതി. അപ്പം മക്കൾ പറഞ്ഞു കോഴി ഇടുന്ന ഓലിക്ക് ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലേ മന്തി. അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണിയും നെയ്ച്ചോറും ഒന്ന് വെക്കട്ടെ മക്കളെ, നമുക്ക് വേണമെങ്കിൽ വെച്ച് കുറച്ച് തേങ്ങാച്ചോറും വേണമെങ്കിൽ വെച്ചരാറ്. അപ്പം ഞാൻ നമ്മളെ റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയ നെല്ലുത്തേരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഓലിക്ക്
തേങ്ങാച്ചോറൊക്കെ ആദ്യം ഓർക്ക് ഇപ്പം എന്താ മരിച്ചു എന്നോ ഇതൊന്നോ അതൊന്നും ഇപ്പോൾ ഓർക്ക് ഇല്ലല്ലോ. ഓർക്ക് ഇപ്പോൾ അന്തല്ലാത്ത കുട്ടികളല്ലേ. വലിയവനോടൊക്കെ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂലടാ. ഇവരോടെ പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ ഇങ്ങനെ കോഴിൻ്റെ ഇറച്ചിൻ്റെ ഒക്കെ മണം കേൾക്കുമ്പോഴൊക്കെ മണമൊക്കെ ഉണ്ടാകുമ്പോൾ ഓർക്ക് ഭയങ്കര പൂതിയാണ്. അപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചത് കേട്ടോ, മരിച്ചിട്ടും സങ്കടം ഉണ്ടായിട്ടും കോഴിയും തേങ്ങാച്ചോറൊക്കെ വെച്ച് തിന്നാന്നൊന്നും ആരും കരുതരുത്. പക്ഷേ മനസ്സിക്ക് വല്ലാത്തിടങ്ങറിന് ഇതൊക്കെ വെക്കുമ്പോഴും പിന്നെ എന്താണെന്ന് വെച്ചാൽ മക്കളൊരു പൂതിയല്ലേ, മക്കൾ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരും കമൻറ്റിൽ ഇങ്ങനെ വന്നുകാണ്ട് മരിച്ചിട്ടും ഇടങ്ങേറായിട്ടും ഇങ്ങനെ എന്താ ഇപ്പം കോഴിയും തേങ്ങാച്ചോറൊക്കെ വെച്ച് തിന്നാന്നൊന്നും പറയരുത്. നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ മക്കൾ പറയണ കേൾക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എന്താ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും ജീരുള്ളിയൊന്നുമില്ല, ഒരു വല്ലുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒരു നുള്ളി തേങ്ങയൊക്കെ ചിരണ്ടിട്ട്. അപ്പോൾ ഇനി നെയ്ച്ചോറും ബിരിയാണി ഒന്നും വെക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിത് ഓരോ പൂതിക്കാണ്ട് വെച്ചുകൊടുക്കുകയാണ്. അങ്ങനെയുള്ള തേങ്ങയും കുറച്ച് ഉലുവയും പിന്നെ ഒരു വല്ലുള്ളിൻ്റെ കഷ്ണം ഇട്ടിക്കണം, ജീരുള്ളിയൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച്. അപ്പം നമ്മളിപ്പോൾ കുറേ കൊസിയിലൊന്നും ഉണ്ടാക്കി തിന്നാനല്ലല്ലോ. അങ്ങനെ നമ്മൾ അത് കുക്കറിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നേരം വൈകിയിരിക്കണം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. കാരണം ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഒന്നും ഉണ്ടാക്കാനും ഇതിനൊന്നും ഇതില്ല. അപ്പോൾ മക്കൾ രാവിലെ തന്നെ ഈ അടയായിട്ട് അവർക്കൊന്നും തിന്നിട്ട് പോയിട്ടില്ല. അപ്പം ഇങ്ങനെ ചോറ് തരുമോ, ചോറുണ്ടോ വെച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ വേഗം കുക്കറിലാണ് വെച്ചിരിക്കുകയാണ്. അതിന് നിന്നുള്ള ചാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൽ കുറച്ചുണ്ടായിരുന്നു വല്ലുള്ളി ഇട്ട് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് മിക്സിയിൽ തന്നെ ഇട്ട് അരച്ചിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സനു ഒരു 2-3 പ്രാവശ്യമായി ഇങ്ങനെ ആയം വെച്ച് ഇങ്ങനെ വരുന്നേ. അപ്പോൾ ഞാനായിട്ടില്ല ഇടാറിനിൽക്കണം. അപ്പോൾ ഓന് ഈ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊക്കെ ഇളക്കാൻ വേണ്ടി കൂടിയിരിക്കണം. ഓന് പള്ളിയിൽ പൈച്ച അങ്ങനെയാണല്ലോ, കുട്ടികൾ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഇങ്ങനത്തതൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചുമാണ്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് കൊടുത്തിട്ട് ഞാൻ കോഴി ഉണ്ടല്ലോ അത് കേയി വെച്ചിക്കണേ, അതായി ഇട്ട് കൊടുക്കാൻ ഞാൻ അതവിടെ കടന്നുകാണ്ട് അങ്ങനെ വന്നോളും. അപ്പം ഇനി ഉച്ചക്കും വൈകുന്നേരം ഇതിമ്മലാണ്ട് തട്ടി ഒപ്പിച്ചാന്നാട്ടൊക്കെ എത്തിക്കണം. ഇനിയിപ്പോൾ ഒരു വേറെ കൂട്ടാനൊന്നും ഇപ്പം ഉണ്ടാക്കാനാവില്ല എന്ന് എഴുതിയിട്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അതവിടെ കടന്ന് വേകട്ടെ. നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കാം. ചോറും തന്നെ ഇതാക്കണം. അപ്പം നെല്ലുത്തേരി ഇങ്ങനെ വെറും ചോറാക്കി വെച്ചാൽ മക്കൾക്ക് ആർക്കും പറ്റില്ല. എന്നാൽ തന്നെ തേങ്ങാച്ചോറ് ഇങ്ങനത്തെ വെച്ചപ്പോൾ പറഞ്ഞിരിക്കണം ഈ അരി അമ്മ വെച്ച്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഈ അരി കൊണ്ട് വെച്ചാൽ അങ്ങനെ തിന്നോളുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ തേങ്ങാച്ചോറ് അതിനുകൊണ്ട് വെച്ചത്. അപ്പോൾ ചാറ് ഇങ്ങനെ കുറേ വെള്ളം കൂടിയിരുന്നു കേട്ടോ. ഒരു അയലിൽ അങ്ങനെ വെള്ളം പറന്നാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി. അപ്പോൾ ഞാൻ കരുതി ഇനി എന്തപ്പം ഇനി കാട്ടിയത്. ഇപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി കുറച്ച് കലക്കി പോരാണ് കേട്ടോ. അരിപ്പൊടി കുറച്ച് കലക്കി പറഞ്ഞാൽ നമ്മളെ ചാറ്റിന് കുറച്ച് കുറുകൽ കിട്ടും. അപ്പോൾ ഞാനൊരു തുള്ളി കലക്കി പാറുന്നുണ്ട്. കുറേ പാർന്നാൽ ആ അരിപ്പൊടിൻ്റെ ചൊയ്യേ വരുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ പാരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളത് പാർന്ന് വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ആ പൊടിയൊന്ന് നല്ലോണം വേകട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചാറ് കേടുവരും. അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കണുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ സനുട്ടം വന്ന് നോക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. ചോറായം വെച്ച് ചാറായം വെച്ച് കണ്ട്. അപ്പോൾ ഞാൻ ചോറ് ഒരിക്കൽ ഉണ്ടാക്കും, ചൂടാറാൻ വേണ്ടി വിളമ്പാണ് കേട്ടോ. കണ്ടില്ലേ അപ്പോൾ വന്ന് നോക്കി പോണത്. അപ്പോൾ ഇറച്ചിയൊന്നും വേണ്ട വെച്ച് കറി മാത്രം മതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കറിയും ഇറച്ചിയൊക്കെ വേഗം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോറ് വിളമ്പി വെച്ചാണ് കേട്ടോ. അങ്ങനെ ഒരിക്കൽ ഉണ്ടാക്കും ഞാൻ ചോറ് കൊടുക്കുകയാണ്. അപ്പം ഇനി കൂടുതലായിട്ടൊരു വീഡിയോസൊന്നും ഇപ്പം ഇനി പറയാനും ഇതിനും ഒന്നും എടുക്കണില്ല, പറയാനും കിട്ടണില്ല. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അവസാനിപ്പിച്ചാണ്. ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. മയ്യത്തുകളൊക്കെ ഒന്ന് കിട്ടാനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നമുക്കിപ്പോൾ ഓരോരുത്തരും നമ്മളെ പെരയിൽ നിന്ന് മരിച്ചു പോയ മാതിരിയാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും മയ്യത്ത് കിട്ടാനും കബറടക്കാനൊക്കെ. പിന്നെ നിലമ്പൂരിൽ നിന്നൊക്കെ കിട്ടുന്ന അവയവങ്ങളൊക്കെ ഇവിടെ നിലമ്പൂർ തന്നെ പള്ളിക്ക മറവ് ചെയ്ത് കാണും പോലും. ഓരോരുത്തർ കയ്യും കാലും അങ്ങനത്തൊക്കെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഈ നിലമ്പൂർ വെച്ചിട്ട് തന്നെ മയ്യത്ത് അതൊക്കെ ഇവിടെ കബറടക്കണമെന്നാണ് പറഞ്ഞത്. കയ്യും കാലൊക്കെ കേട്ടോ ആവശ്യം ഇങ്ങനെ അങ്ങനെ കയ്യും കാലും മറ്റുമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടല്ലോ, അത് മാത്രം. അല്ലാത്തതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം കേട്ടോ.
ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.